ഒരാളുടെ ഒരൊറ്റടിയും മിസ്സായിട്ടില്ല. യോഗാസനിലുണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല, എല്ലാം അടിയിരുന്നു. എന്തായാലും പറ്റിയത് പറ്റി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്തായാലും. പണി പിടിക്കാൻ വേണ്ടി പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒക്കെ തനി കള്ള ജാതികളായിരുന്നു. പക്ഷേ നീ എനിക്കെന്നെ സ്വന്തം അനിയനെ പോലെടാ. ഞാനില്ല നേരിട്ട് നീ വീട്ടിലൊന്നും പോകാതിരിക്കണ്ടോ. സ്വന്തം വീട് പോലെ നിനക്ക് എപ്പോൾ വേണേലും അവിടെ പോവാം. കൊലപാതകൾക്ക് വരെ നാട്ടിൽ പരവുന്നുണ്ട്. പാവം കള്ളന്മാർക്ക് അതുമില്ല. ഏത് സർക്കാർ ഭരിച്ചാലും കള്ളൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഞാനെന്തായാലും ഒരു 4-5 മാസം കൂടെ ഇവിടെ ഇറങ്ങാനായിട്ട്. അതുവരെ നീ വെറുതെ ഇരിക്കണ്ട. ഇരുമ്പും ബുദ്ധിയും വെറുതെ ഇരുന്ന നശിച്ചു പോകുന്നു. ഞാനൊരാളെ നിനക്ക് പറഞ്ഞുതരാം. നീ കുറച്ചാലും അവൻ്റെ കൂടെ നിൽക്ക്. എന്തായാലും നിനക്ക് കാശിന് ആവശ്യമുള്ളതല്ലേ. എന്നെ നോക്കിയിരുന്ന നീയും കൂടി ചുറ്റും. നീ നേരം മങ്ങാടിക്കുന്നിൽ ചെന്ന് ചൂടൻ രായപ്പനെ കണ്ടാൽ മതി. ആള് ചൂടനാണെങ്കിലും അവനൊരു ഹൃദയാലുവാ. ബെന്നേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ കൈ ഒഴിയില്ല. പണിത്തിരക്കുള്ളതുകൊണ്ട് പങ്കും തരും. എടി ജാനമ്മോ, ആ അടുക്കള തീ ഒന്ന് കുറയ്ക്കാൻ മേലായോ? പണ്ടടങ്ങാൻ മനുഷ്യൻ ചുട്ടുപൊള്ളിട്ട് ഇരിക്കാൻ മേല. ഞാൻ മനോജ് ബെന്നിയുടെ കൂടെ അന്ന് വന്നിരുന്നില്ലേ? ഇപ്പൊ ഓർമ്മ വന്നു. ബെന്നി കൊച്ചാട്ടന്റെ പുതിയ ശിഷ്യനല്ലയോ? പൊന്നു ചങ്ങാതി, ഒന്ന് വിട്ടിരിക്കാവോ? വെയിലത്തൊന്നും ഒന്നല്ലയോ, പൊരിഞ്ഞിട്ടിരിക്കാൻ മേല, അതുകൊണ്ടാ. എടി ജാനമോ, എടിയേ ഒന്നിങ്ങ് വന്നേ. ഒരു വിരുന്നുകാരൻ വന്നേക്കുന്നു. ഈ ചൂട്ടൊന്ന് എന്റെ അടുത്തോട്ട് വരലടി. പോയി അവന് കുടിക്കാൻ എന്നെ എടുത്തോണ്ട് വാ. അയ്യോ, മോര് തീർന്നു പോയി മോനെ. നാരങ്ങ ചേച്ചി തരാട്ടാ. ചങ്ങായി വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ കൊച്ചാട്ടല്ലാതെ ഒറ്റയ്ക്ക് വായി നോക്കി നിൽക്കാതെ പോയി വെള്ളം എടുത്തോണ്ട് വാടി. ചൂട് കൂട്ടണ്ട നിങ്ങള്. ഇനി പറഞ്ഞാട്ടോ മോനെ. ബെന്നിയേട്ടൻ ജയിലില. ഞാനിപ്പോ ജയിലിൽ നിന്നാ വരുന്ന. എന്റെ ഭഗവതി, കൊച്ചാട്ടൻ ഇങ്ങനെ പോഴത്തരം പറ്റാത്താണല്ലോ. ഇത്ര ഉള്ളുണർവുള്ളൊരു കള്ളനെ ഞാൻ എന്റെ ആയുസ് കണ്ടിട്ടില്ല. ഞാൻ ജയിലിൽ ചെന്നപ്പോ ബെന്നിയേട്ടനാ പറഞ്ഞത് രായപ്പണ്ണനെ വന്നൊന്ന് കാണാൻ. ഞാൻ ചേട്ടൻ്റെ കൂടെ നിന്നോട്ടെ, ചതിക്കാണ്ട് നിന്നോളാം. കൊച്ചാട്ടൻ എന്നാ വിവരക്കേടായി കാണിച്ച്. മഴ പെയ്യാതെ എങ്ങനാ മോനെ ഞാൻ പുറത്തോട്ടിറങ്ങുന്നേ? ഇടവം മുക്കാല് കഴിഞ്ഞ് മാനം പൊള്ളി കിടക്കുന്നത് കണ്ടില്ലയോ? കൊടുക്കത്തെ ഉഷ്ണത്തിന് പുറത്തോട്ട് രക്ഷപ്പെടാൻ വേർപ്പിന്റെ ഗ്രന്ഥികൾ തന്നില്ലല്ലോ തമ്പുരാൻ. ഞാൻ ജനിച്ചന്ന് മുതല് ഈ അഗ്നിക്കാവടി എന്റെ തലയിലുണ്ട്. ഇപ്പൊ മോൻ പോ. എന്നിട്ട് മാനത്ത് ആദ്യ തിരിവെട്ടി ആദ്യത്തെ മഴത്തുള്ളി മണ്ണെ തൊടുമ്പോ അന്നേ പോ. ചെന്നാട്ടെ. ഓ എന്നാ ചൂടാ പോ. ഓ എനിക്ക് മേലാലേ. ഓ ഓ ഓ എടിയേ, ഇച്ചിരി വെള്ളം കൊണ്ടുപോടി. ഒരു ചായ. ഇവിടെ ഒരു ചായ. ചോറ്. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമായിട്ടാ? അരിന് വേറെ എളുപ്പം തുടങ്ങണല്ലോ. 10 റുപ്യ എന്തേലും 10 ഉറ ചോറുന്നുള്ളൂ. ഞാൻ അറിഞ്ഞ കാര്യങ്ങള് ചങ്ങാതി പെട്ടല്ലേ. മനസ്സിന്റെ ഏകാഗ്രത എപ്പോ പോയോ ആ നിമിഷം തുടങ്ങും പതനം. ഏത് കള്ളന്റെയും വിധി അതാ. കളക്ഷൻ നേരത്തെ കഴിഞ്ഞ അതൊന്നും ശരിയാവില്ലടാ. ഈ നട്ടപ്പുറ വെയിലത്ത് നാട് മുഴുവൻ തെണ്ടി നടന്ന് കാശും പിരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ മരുമോൻ്റെ വക തിരിച്ചും മറിച്ചും ഒരു എണ്ണി നോക്കലും അർത്ഥം വെച്ചൊരു മൂടലും. മുദ്ര വീണ ഏത് കള്ളന്റെയും ജന്മം അങ്ങനെയാ. ഒന്നോർക്കുമ്പോൾ ഇതിനെക്കാൾ ഭേദം പഠിച്ച തൊഴിലാ. നല്ല ചോറുണ്ട്, അണ്ണൊക്കെ പൊള്ളണ്ടാ. ഇനിയില്ലട്ടാ. ആകെ ഈ 2 വറ്റ കഴിക്കാം. അതവളെ ചോന് പിടിക്കില്ല. ആട്ടുന്നുപ്പ് കേട്ട് എന്നെ പട്ടി നിൽക്കും. ഞാനിനി ഇറങ്ങി പോന്നു. ഇരിക്കും, ഞാനിതൊന്ന് അവസാനിപ്പിക്കാം. നിന്നെ ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ നിന്റെ കണ്ണിലൊരു തീ ഉണ്ടായിരുന്നു. അതിപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. പണം നേടാനുള്ള ആർത്തി. നിനക്കത് ആപത്തേ വരുത്തൂ. അറിഞ്ഞതെല്ലാം ഇനി അറിയാനുള്ളതിനേക്കാൾ എത്രയോ ചെറുതാണെന്ന് നിനക്ക് മനസ്സിലാവും. നീ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. എന്താ മോനെ, ഒരു കൈ നോക്കണോ?
വേദനെ കാലനെ കൈന്തവനെ വേല പരിയേറും സേവകൻ. കുപ്പിച്ചില്ലേ? ആശാനത് എങ്ങനെ കണ്ടു? അതിശയിക്കണ്ട. പല നാൾ കണ്ടിരുളും വെളിച്ചമായി വരും. ഒരുതരം മാർദ്ധാര കാഴ്ച. ആ കാഴ്ച കിട്ടിയ പിന്നെ ഒന്നും പേടിക്കണ്ട. വീടുകൾക്കുള്ള നിലവറയിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധികൾ പോലും കള്ളന് കണ്ണിന് കാണാൻ പറ്റും. പക്ഷെ നല്ല സാധന വേണം. ഈ വീടിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെ അല്ലേ ആശാനെ? അതെ, സത്യം. എന്നാലും ചെമ്പ് കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്താ ഇവിടുത്തെ ആള് ജോലി? പോലീസിലാണോ ആശാനെ? പോലീസിലാ? DYSP സ്പെഷ്യൽ ബ്രാഞ്ച്. നീ മിടുക്കനാടാ. നിനക്ക് ഈ ഫീൽഡ് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. കൊത്തുമ്പോ മുറത്തിക്കറി തന്നെ കൊത്തണം. പാതിരാത്രി കഴിഞ്ഞ് വടക്കു പടിഞ്ഞാറേ ആകാശച്ചെരുവില് നേരത്തെ ചുവപ്പ് രാശിയുള്ള ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ പണിക്കിറങ്ങാൻ പാടുള്ളൂ. 2 മണിക്കൂറോളം നേരം ആ നക്ഷത്രം ആകാശത്തുണ്ടാവും. നക്ഷത്രം മാനത്ത് നിന്ന് മായും മുമ്പ് കളവ് അവസാനിപ്പിച്ചിരിക്കണം. ഇല്ലെങ്കിൽ മാനം പോകുന്ന കള്ളന്റെ ആയിരിക്കും. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. നീ പോയി വാ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. കളവിനിടയിൽ കണ്ടുമുട്ടുന്ന വൃദ്ധജനങ്ങളുടെ കാലുതൊട്ട് നമസ്കരിക്കണം. പോയ കാര്യം എന്തായി? പണം തികഞ്ഞോ മോനെ? ഇല്ല ആശാനെ, ഇനിയും വേണ്ടി വരും. നീ വിഷമിക്കണ്ടടാ. പണമല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ പരന്നു കിടക്കണേ. അരി ഒളിപ്പിച്ചു വെച്ച പത്തായത്തില് കൂറെ ഒച്ചിനെ സൃഷ്ടിച്ചതും ദൈവം തന്നെയല്ലേ. അതുകൊണ്ടാ ഈശ്വരൻ തസ്കരന്റെയും പതിയും കൂടി ആയത്. തസ്കർ എന്ന് വെച്ചാ നമസ്കാരം തന്നെയാ. നീ വാ, നമുക്ക് നടക്കാം. ലക്ഷണമൊത്ത കളവിനെയാണ് രാജകളവെന്ന് പറയുക. ராஜகளவுன்னு சொல்றது எடுத்த பொருளை வச்சில்ல, எடுத்த முறையும் காலத்தையும் வச்சு தான் சொல்றது. ദരിദ്രര്, കുട്ടികള്, വികലാംഗര്, വൃദ്ധര് ഇവരിൽ നിന്നൊന്നും ഒരു കാരണവശാലും മോഷ്ടിക്കാൻ പാടില്ല. മൃതദേഹത്തിൽ നിന്നുള്ള കളവും ശാസ്ത്രപ്രകാരം നമുക്ക് നിഷിദ്ധാണ്. അതിന്റെ മാനുഷിക വശം മാത്രമല്ല അതിന് കാരണം. അങ്ങനെ ചെയ്താൽ കൊലയ്ക്കും കൂടി കള്ളം പിന്നെ സമാധാനം പറയേണ്ടി വരും. നേർമയാണ് കളവുക്ക് 7 ലക്ഷണങ്ങൾ ഇருக்கு.